കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരില്ലാത്തത് കടുത്ത പ്രതിസന്ധിയാവുകയാണ്. സർക്കാർ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കം 126 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് വലിയ ആരോഗ്യ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നു. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സാധാരണപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി, അതുപോലെ തന്നെ ജനറൽ ആശുപത്രി തുടങ്ങിയിടങ്ങളിലാണ് വലിയ തോതിൽ ഡോക്ടർമാരുടെ ഒഴിവുള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ 126 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രസവ രോഗം, അതുപോലെ തന്നെ ശിശുരോഗം, എല്ലുരോഗം തുടങ്ങി വിദഗ്ധന്മാർ ഇല്ലാത്തതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. അതോടൊപ്പം കിടത്തി ചികിത്സ സൗകര്യമുള്ള 10ലധികം ആശുപത്രികളിലായി 7 സ്ത്രീരോഗ വിദഗ്ധർ മാത്രമാണ് ജില്ലയിലുള്ളത്. ഇതിൽ ഒരാളുടെ മാത്രമാണ് താൽക്കാലിക ചുമതല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലുള്ള 3 ഗൈനക്കോളജിസ്റ്റുകൾ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ചികിത്സ തേടിയെത്തുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ്. ഈ സ്വകാര്യ ആശുപത്രികളിൽ 1 ലക്ഷത്തിന് മുകളിലാണ് പ്രസവ ചികിത്സക്കായി ചെലവാക്കുന്നത്. എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ ചികിത്സാ പ്രതിസന്ധി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകും. ഒരു മാസം മുൻപ് 4 ഓർത്തോ ഡോക്ടർമാരുടെ സേവനം കിട്ടിയിരുന്ന കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഈ ഡോക്ടർ തന്നെ വലിയ കടുത്ത സമ്മർദ്ദത്തിലാണ് ഈ ജോലി ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പൊതു സ്ഥലം മാറ്റത്തിൽ ജില്ലയിലെ ഡോക്ടർമാരുടെ എണ്ണം വീണ്ടും കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ജില്ലയിൽ 3 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ഈ സ്ഥലം മാറ്റത്തിന് അർഹതയുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DMO ആണ്. DMOക്ക് 7 ചുമതലകളാണ്. കാസർഗോഡ് ജില്ലയിലെ DMO ആയിട്ടുള്ള അദ്ദേഹത്തിന് 7 ചുമതലകളാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രതിസന്ധിയിൽ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖല നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തേണ്ടി വരും. നമുക്ക് ആളുടെ പ്രതികരണം എന്തായാലും ഇതിൽ തേടാം. എന്താണ് നിലവിലെ കാസർഗോഡ് ജില്ലയുടെ സാഹചര്യം? ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രയാസമാണുള്ളത്. പ്രത്യേകിച്ചിട്ട് ജീവനക്കാരും ഡോക്ടർമാരുടെയും കുറവ് ജില്ലയിലെ രോഗികൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയെ പൊതുവെ എല്ലാവരും പിന്നെ സർക്കാർ സംവിധാനങ്ങളും ഭരണ അധികാരികളും ഒക്കെ കാസർഗോഡ് ജില്ലയ്ക്ക് ഇത്ര മതി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുകൾ സംബന്ധിച്ച് വലിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ജനറൽ ട്രാൻസ്ഫർ നടക്കുന്ന ഈ സമയത്ത് ഇവിടെ നിന്ന് ആളുകളെ അങ്ങോട്ടേക്ക് അയക്കുന്നു എന്നുള്ളതല്ലാതെ പകരം ആളുകളെ ഒരു തരത്തിലും വരുന്നില്ല. DMOൻ്റെ ഒഴിവ് എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടായതല്ല. കോവിഡ് കാലം മുതൽ കാസർഗോഡ് ജില്ലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥിരമില്ല. പലപ്പോഴും ചുമതലയായിരുന്നു. ചുമതലയുള്ള ആളുകൾ റിട്ടയർ ചെയ്തപ്പോൾ ഇപ്പോൾ ഉള്ള DMOക്ക് പല ചുമതലകളുണ്ട്. ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചുമതലകളുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു അവഗണനയാണ് ജില്ലയോട് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയ്ക്കുണ്ട്. എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു സാഹചര്യം? മെഡിക്കൽ കോളേജ് ഇപ്പോൾ എൻഡോസൾഫാൻ രോഗികൾ ഉള്ള ഒരു മേഖല എന്നുള്ള രീതിയിലാണ് കാസർഗോഡ് ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതുവരെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല. ഒരു OP പ്രവർത്തിക്കുന്നു എന്നതിലപ്പുറം പേരിനൊരു മെഡിക്കൽ കോളേജും ഒരു ക്യാമ്പസും എന്നതിനപ്പുറം ജനങ്ങൾക്ക്, രോഗികൾക്ക് അതിൻ്റെ ഉപകാരം ഇതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അതായത് കേരളത്തിൽ തന്നെ കിടത്തി ചികിത്സയില്ലാത്ത ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയേണ്ടി വരും. എന്തായാലും നിലവിലെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും കാസർഗോഡ് ജില്ല കടക്കുക. നമ്മൾ കണ്ടതാണ് കോവിഡ് കാലത്ത് അതിർത്തി അടച്ചപ്പോൾ 17 പേരുടെ ജീവനാണ് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കുൾപ്പെടെ കർണാടകയെ ആശ്രയിക്കണം, അതല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. സ്വകാര്യ ആശുപത്രികളാകട്ടെ വലിയ ബില്ല് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇതോടൊപ്പമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ എന്ന് പറയുമ്പോഴും വിദഗ്ധ ഡോക്ടർമാരില്ലാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇതിലെല്ലാം പരിഹാരം ഉണ്ടായേക്കാം. നിലവിലെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാസർഗോഡ് ജില്ല ഈ ആരോഗ്യ മേഖലയിൽ കടക്കുന്നതെന്ന് പറയേണ്ടി വരും. KV ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.